ഇടുക്കി ചിന്നക്കനാലിൽ ഒറ്റയാൻ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ആളുകളെ കൊന്നൊടുക്കുന്ന ആനയെ വെടിവെച്ച് കൊല്ലുകയോ നാടുകടത്തുകയോ വേണമെന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിനും നിയമ പോരാട്ടത്തിനുമൊടുവിലാണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റിയത്. ഇതിനുശേഷം കാട്ടാനശല്യം കുറഞ്ഞിരുന്നെങ്കിലും അടുത്ത നാളുകളിലായി ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പൻ ജോസഫ് വേലിച്ചാമി എന്ന ചൂണ്ടൽ സ്വദേശിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒറ്റയാൻ ഇതുവരെ 10 പേരെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ചിന്നക്കനാൽ, സിംഗുകണ്ടം, BL റാവ് 301 അടക്കമുള്ള മേഖലകളിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. നിരന്തരമായി ആക്രമണം നടത്തുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാട്ടാനയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആന അപകടകാരിയാണ്. ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും. ഈ ആനയെ പുതിയ വന്യജീവി നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണം. കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിന് RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമല്ല. അവർക്ക് അടിസ്ഥാന സൗകര്യം, ഒരു പടക്കം പോലും അവരുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. അവരൊരു മനുഷ്യരല്ലേ. ആന രാത്രി കാലങ്ങളിൽ നേരിടാനുള്ള ഒരു ഫോഴ്സും ഇല്ലാതെ അവർ ഇടപെടുന്നതുകൊണ്ട് അവർക്കും അപകടം നടക്കാനുള്ളൊരു സാഹചര്യം കൂടുതലാണ്. നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും ഇതിനോടകം ചക്കക്കൊമ്പൻ നശിപ്പിച്ചു കഴിഞ്ഞു. പ്രദേശത്താകെ 30ഓളം ആനകളുണ്ടെന്നും ഇവ വിവിധയിടങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. നഷ്ടപരിഹാരം പോലും നൽകാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ ജനകീയ സമരത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.